ഹായ്, ഇന്ന് ഞാൻ ചില്ലി ചിക്കൻ്റെ ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി പറയാം. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാൻ ബോൺലെസ് ചിക്കൻ ചോദിച്ചപ്പോൾ എനിക്ക് സ്കിൻലെസ് ചിക്കൻ മാത്രമാണ് തന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് ബോൺലെസ് ആക്കി വാഷ് ചെയ്ത് കുഞ്ഞാക്കി എടുത്തു. അതിനകത്ത് കോൺഫ്ലോർ, സോൾട്ട്, പെപ്പർ പൗഡർ വീട്ടിൽ തന്നെ എടുത്തതാണ്. പിന്നെ സോയാ സോസും ചില്ലി സോസാണ് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി പൗഡറാണ് ഇട്ടത്. പക്ഷേ ചില്ലി സോസ് തന്നെയാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ഇതൊരു കുറച്ച് കളറായിരിക്കും. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്യാൻ ഒരു 30 മിനിറ്റ്സോളം മാറ്റി വെച്ചിട്ട് ഞാൻ കോൺ സ്റ്റാർച്ച് ഉണ്ടാക്കി. കോൺ സ്റ്റാർച്ച് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഇച്ചിരി കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു സ്റ്റാർച്ച് എങ്ങനെ ആക്കിയെടുക്കുന്നത് അത് നമുക്ക് അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി ചിക്കൻ കുറച്ച് തിക്കനാക്കി ഒരു ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഓയിലി ഫ്രൈ ചെയ്യേണ്ടതാണ്, പക്ഷേ എനിക്ക് ഓയിൽ അധികം താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എയർ ഫ്രയറിൽ അങ്ങ് ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, സവാള നമുക്ക് ഒരു ക്യൂബ് മോഡലിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ വേണം, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തിട്ടില്ല. ഇത്രയും കൂടെ ഓയിലൊന്ന് ഷാലോ ഫ്രൈ ആണ്, ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തിട്ട്. ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാലും സംടൈംസ് അത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചാണ് ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് അടുത്ത എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് ഇതായി വരുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ അതിനകത്തോട്ട് എടുത്തിട്ട് ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കോൺ സ്റ്റാർച്ച് ഒഴിച്ചു കൊടുക്കണം. കാരണം അതൊന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തിട്ട് കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യമാണ്, അതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസൊക്കെയാണ്. ചില്ലി സോസ് എൻ്റെ കയ്യിലില്ലായിരുന്നു, സോയാ സോസും നമ്മളുടെ ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.